ലിയോ മെസ്സി PSG-യിൽ നിന്ന് ഇന്റർ മയാമി എന്ന ക്ലബിലേക്ക് ചേക്കേറിയപ്പോൾ നെറ്റിച്ചുളിച്ചവരാണ് മെസ്സി ആരാധകരടക്കമുള്ള ഭൂരിഭാഗം ഫുട്ബോൾ ഫാൻസും. കാരണം ഇനിയും യൂറോപ്യൻ ഫുട്ബോളിൽ തുടരാനുള്ള കാലമേറെ ബാക്കിയായിരിക്കെയാണ് മെസ്സി യൂറോപ്യൻ ഫുട്ബോളിനോട് വിട പറഞ്ഞത്. നിലവിൽ ഇപ്പോഴും മെസ്സിക്ക് യൂറോപ്യൻ ഫുട്ബോളിൽ വീണ്ടും മികച്ച രീതിയിൽ കളിക്കാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടായിരുന്നു. എന്നിട്ടും മെസ്സി ഇന്റർ മയാമി തിരഞ്ഞെടുത്തത് ആരാധകരെ ഏറെ നിരാശരാക്കി. വിമർശകർ ഉന്നയിച്ച ഏറ്റവും വലിയ ചോദ്യങ്ങളിലൊന്നായിരുന്നു ഫുട്ബോൾ എന്താണെന്നറിയാത്ത അമേരിക്കയിലേക്കാണോ മെസ്സി പോകുന്നത്. കാരണം ഫുട്ബോളിന് വില കൽപ്പിക്കാത്ത അമേരിക്ക മറ്റുള്ള കായിക ഇനങ്ങളിലായിരുന്നു കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. ഫുട്ബോളിൽ തീരെ താല്പര്യമില്ലാത്തവരായിരുന്നു അമേരിക്കൻ ജനത. അവിടേക്കാണ് സൂപ്പർ താരമായ ലിയണൽ മെസ്സിയുടെ കടന്നുവരവ്. എന്നാൽ പിന്നെ സംഭവിച്ചത് എന്തൊക്കെയാണ്? മെസ്സി വരുന്നു, ഇന്റർ മയാമി എന്ന ക്ലബിനെ ആദ്യമായി കിരീടത്തിൽ മുത്തമിടിക്കുന്നു, ടിക്കറ്റിൻ്റെ വില 10 മടങ്ങാക്കി വർദ്ധിക്കുന്നു. പക്ഷേ മെസ്സിയെ കാണാൻ ആരാധകരുടെ ഒഴുക്ക് നിന്നില്ല. ഇപ്പോൾ എവേ മത്സരങ്ങളിലും ഹോം മത്സരങ്ങളിലുമെല്ലാം സ്റ്റേഡിയം തിങ്ങി നിറയുകയായിരുന്നു. അവസാനം നടന്ന മത്സരത്തിൽ മെസ്സിക്കു വേണ്ടി അല്ലെങ്കിൽ മെസ്സിയെ കാണാൻ വേണ്ടി 68,000-ലധികം പേരാണ് അമേരിക്കയിൽ ആ സ്റ്റേഡിയത്തിൽ തിങ്ങി നിറഞ്ഞിരുന്നത്. ഇന്റർ മയാമിയുടെ ഹോം ഗ്രൗണ്ട് ചെറുതാണെങ്കിലും ഉള്ള സ്ഥലത്ത് തിങ്ങി നിറയുന്ന ആരാധകരെയാണ് കാണാൻ സാധിക്കുന്നത്. എവേ ഗ്രൗണ്ടിൽ എതിർ ടീമിൻ്റെ ആരാധകർ പോലും മെസ്സിക്കു വേണ്ടി കൈയടിക്കാനാണ് ഗ്രൗണ്ടിലെത്തുന്നത്. മെസ്സി എന്ന ഫുട്ബോൾ ഇതിഹാസ താരം അമേരിക്കൻ ജനതയെ തന്നെയാണ് മാറ്റിമറിച്ചത്. ഫുട്ബോളിനേക്കാൾ മറ്റുള്ള കായിക ഇനങ്ങളെ ഇഷ്ടപ്പെടുന്നവരാണ് അമേരിക്കക്കാർ. എന്നാൽ അമേരിക്കയിൽ നിന്നിരുന്ന ആ ചരിത്രത്തിന് മെസ്സി മാറ്റം കൊണ്ടുവന്നിരിക്കുകയാണ്. മെസ്സിയുടെ എല്ലാ മത്സരങ്ങളും കാണാൻ തിങ്ങി നിറയുകയാണ് സ്റ്റേഡിയം. ഇതോടൊപ്പം തന്നെ റിപ്പോർട്ടുകൾ പ്രകാരം അല്ലാത്ത MLS മത്സരങ്ങൾക്കും ആരാധകരുടെ തിക്ക് കാണാൻ സാധിക്കുന്നു എന്ന റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട്. മെസ്സി വന്നതോടുകൂടി അമേരിക്ക ലീഗ് തന്നെ മാറിമറിഞ്ഞിരിക്കുകയാണ്. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ഫുട്ബോൾ വാർത്തകളും വിശേഷങ്ങളുമായി ഇനിയും കാണാം.